ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ മസാല കറിയാണ്. വരൂ നോക്കാം. ആദ്യം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് പെരുംജീരകം, 2 കഷ്ണം പട്ട ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മളിവിടെ 2-3 വെളുത്തുള്ളി എടുത്ത് ചെറുതായി ചോപ്പ് ചെയ്തതാണ്. അതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. പിന്നെ ഒരു വലിയ ഉള്ളി അതൊന്ന് സ്ലൈസ് ആക്കി ഫ്രൈ ആക്കാം. അത് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നോക്കൂ, ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. 10 to 15 minutes മതി ഇത് നമുക്ക് ഉണ്ടാക്കാൻ. ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്. ഓണിയൻ നല്ലോണം വഴണ്ട് വന്നു. അതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്, ടർമറിക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊടിയുടെ ഒരു പച്ച മണം പോയി കിട്ടാൻ വേണ്ടി വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുത്തു. അടുത്തത് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും അതിലേക്കിട്ട് അത് നല്ലോണം വഴറ്റി നമ്മളത് വേവിക്കണം. ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണേ. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ടൊമാറ്റോ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇതിന് നമുക്ക് തേങ്ങ അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ 2 ഏലക്ക ഇട്ടു, ചെറിയ പീസ് പട്ട, 1/2 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ എല്ലാം ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം നല്ലോണം വെന്തു മിക്സ് ആയിട്ടുണ്ട്. നോക്കൂ, ഇപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്താം. ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വിടാം. ഒന്ന് നല്ലപോലെ തിളച്ചാൽ മതി. ഇത് നമുക്ക് എല്ലാ ഡിഷിനോട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇഡ്ഡലി, ദോശ, പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ പോലും നന്നായിട്ടുണ്ടാവും. തിള വന്നു, നല്ലോണം തിളച്ചു, എല്ലാം മിക്സായി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കോറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മസാല കറിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കോറിയൻഡർ ലീവ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ തിളച്ചു, എല്ലാം മിക്സായി. അപ്പം നമുക്കതിന് വറവിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കടുക് 1/4 ടീസ്പൂൺ, ഒരു നുള്ളു പെരുംജീരകം, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു വറമുളക്, കുറച്ച് മല്ലിയില വീണ്ടും ഞാനിതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില എല്ലാം നല്ലപോലെ ഫ്രൈ ആക്കി. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കറിയിലേക്ക് അത് ഇടാം. ഇവിടെ നമ്മുടെ മസാല കറി റെഡി ആയിരിക്കുന്നു.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.